ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ അടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഇന്ന് വീട്ടിൽ ഉമ്മയുടെ അനിയത്തിയും ഹസ്ബൻഡും മോക്കടെ കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. ഇത്തായി ഞാനും അടുക്കളയിലുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് സവാള ഇതുപോലെ വറുത്തെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ വറുത്തെടുത്ത് നമ്മളത് കോരി മാറ്റി. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ അതിൻ്റെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ക്യാരറ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇളക്കിയും കൊടുക്കണം, എന്നാലാണ് അത് അടിയിൽ പിടിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരാൾ അരി ഇടുന്നു, അടുത്ത ആൾ ഇളക്കുന്നു. അങ്ങനെ ആദ്യത്തെ പ്രോസസ്സിങ് ചെയ്തു കഴിയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൾറെഡി ചിക്കൻ കഴുകി നന്നായിട്ട് എടുത്ത് വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഇട്ട മസാലകൾ മല്ലിപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി എടുത്തു, ആവശ്യത്തിനുള്ള ഉപ്പെടുത്തു. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് ശരിക്ക് തിരുമ്മി ആ ഒരു മസാല എല്ലാം അതിൽ പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മസാലകളെല്ലാം അതിൽ യോജിപ്പിച്ച് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ, പറ്റുമെങ്കിൽ അരമണിക്കൂർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി മസാല കിട്ടും. ഏകദേശം അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദമ്മിടാനുള്ളതാണ്, ബിരിയാണിയിലേക്കുള്ളതാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ പൊരിക്കുന്നത് മറ്റേ സവോളയൊക്കെ വഴറ്റിയ ആ ഒരു ഇതിൽ തന്നെയാണ്. നമ്മൾ ചട്ടി അടുപ്പത്തിരിക്കുന്നുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സവാള ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത ആ ഒരു ഇതിലേക്ക് തന്നെയാണ് നമ്മൾ ചിക്കൻ വറക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബിസ്മില്ലി ഇട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി നമ്മൾ ചിക്കൻ അതിന് മുമ്പ് ഇട്ടത് കൊണ്ട് പിന്നെ കറിവേപ്പില ഇട്ടുകൊണ്ടൊന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇത്രയാണ് വറുക്കാനിട്ടേക്കുന്നത്. ചോറ് നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കോരി ഊറ്റുന്ന ഒരു മെത്തേഡാണ് ഈ കാണുന്നത്. ഒരു കോരിയിൽ ഊറ്റിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടുത്ത പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെല്ലാം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കോരിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഞാൻ ഇച്ചിരി പാത്രം അങ്ങോട്ട് അടുപ്പിച്ച് വെച്ചെടുക്കാം കേട്ടോ. ഏകദേശം അത് ദമ്മിടാൻ പാകത്തിനുള്ളതായിട്ടുണ്ട്. ദമ്മിടാൻ പാകത്തിനുള്ള വേവാണ് ആയിട്ടുള്ളൂ. അതുകൊണ്ടോ കറക്റ്റ് വേവാണ്. ഇനി നമുക്ക് ദമ്മിടണം. നമ്മൾ ചിക്കൻ വറുക്കാൻ വെച്ചേക്കണേ ചിക്കനും കൂടി റെഡി ആയിട്ട് നമ്മൾ ദമ്മിട്ട് ഓക്കെ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ 2 പാത്രത്തിൽ കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതും അടുപ്പത്തേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്, ചിക്കൻ പൊരിക്കുന്നതും. അപ്പോൾ അതൊന്ന് മറച്ചിടുകയാണ് കേട്ടോ. നമുക്കിത് ഇനിയും വറക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളിതെല്ലാം ഒന്ന് മറച്ചിടുക. അപ്പോൾ ഇതൊരു ട്രിപ്പ് നമ്മളിങ്ങനെ മറച്ചിട്ടിട്ടുണ്ട്. ഇനിയും മറച്ചിടാനുണ്ട്, ഒന്നായി വരാനുണ്ട്. അപ്പോൾ അടുപ്പത്തായതുകൊണ്ട് നല്ല കനലും ഉണ്ട്, പെട്ടെന്നായി കിട്ടും കേട്ടോ. നമ്മൾ ദമ്മിടാനുള്ള മസാല ഒക്കെയുള്ള സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കച്ചമ്പറിലേക്ക് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ തലഭാഗമൊക്കെ ഇങ്ങനെ കഴുകി ഓൾറെഡി കഴുകി വെച്ചേക്കണം കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ മസാല ഇടുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മളൊന്ന് മറിച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് മറിച്ചിടാൻ വേണ്ടി ഒന്നാട്ടോ ഏകദേശമായി വരുന്നുണ്ട്. ഈ ട്രിപ്പ് കോരിയിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കണം. അടുപ്പത്താവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും കേട്ടോ. അത് മാത്രമല്ല അടുപ്പത്തുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നും കൂടിയാണ്. നമ്മൾ ഗ്യാസിലിട്ട് ഉണ്ടാക്കുന്നേക്കാളും നന്നായിട്ട് എല്ലാം ശരിയായി കിട്ടും. ഏകദേശം അതായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് കോരിയിട്ട് അടുത്ത ട്രിപ്പോടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കോരുകയാണ് കേട്ടോ. ഞാൻ കോരിയപ്പോൾ ആദ്യം ഒത്തിരി കയറി വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 എണ്ണം മാത്രമാണ് പിന്നെ എനിക്ക് കിട്ടിയുള്ളൂ. എണ്ണ ഒന്ന് വാഴ്ന്നു പോകാനാട്ടോ ഇങ്ങനെയൊന്ന് പിടിച്ചത്.
നമ്മൾ എല്ലാം ഇതുപോലെ കോരി എടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇതിലേക്ക് ഇടണം. മസാല റെഡിയാക്കാനുണ്ട്. ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത കുത്താണ് ഇടുന്നത്. ഒരു ടിപ്പ് ഓൾറെഡി നമ്മൾ അടുത്ത കോരി മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല അടപ്പത്തായതുകൊണ്ട് നല്ല ചൂടോടെയുള്ള എണ്ണയായതുകൊണ്ടാണ് ഇതുപോലെ നല്ല രീതിയിലായി കിട്ടുന്നത് കേട്ടോ. ആ സൗണ്ടൊക്കെ കേട്ടില്ല, നല്ല ചൂടാണ് എണ്ണയ്ക്ക്. നല്ല ചൂട് നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ക്യാമറ പിടിക്കുമ്പോൾ തന്നെ ചൂട് നന്നായിട്ട് കയ്യിലേക്ക് തന്നെ ഉണ്ട്. ആ മാതിരി ചൂടുണ്ട്. കരിഞ്ഞു പോകുന്നില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ചൂടോടെ ഇട്ടാലാണ് നമുക്കത് പെട്ടെന്ന് ആയി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത പാത്രം വെച്ചിട്ടുണ്ട്. ഇത് സവാള വഴറ്റാനുള്ളതാണ്. അപ്പോൾ നമ്മൾ തീ കത്തിച്ചു. പാത്രം കഴുകിയിട്ട് വെച്ചേക്കണേയാണ്. അപ്പോൾ വെള്ളം ഒന്ന് പറ്റി കിട്ടണം. ഓൾറെഡി സവാള അരിഞ്ഞ് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് നമുക്ക് വഴറ്റി മസാലയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സർലാസിൻ്റെ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. സവാള ഓൾറെഡി ഓക്കെ ആക്കിയായിരുന്നു. അപ്പോൾ പച്ചമുളക് അതിലേക്ക് അരിഞ്ഞിടുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് കൈ കൊണ്ട് തിരുവാണ്. ഇങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ചെയ്യില്ല. കാരണം മുളക് വെച്ച് ഇങ്ങനെ തിരുമുമ്പോൾ എൻ്റെ കൈക്ക് പുകച്ചത് കാരണം ഒരു രക്ഷ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. ഞാൻ ഓൾറെഡി ഇങ്ങനെ മുളക് ഇടുന്നതിന് മുമ്പാണ് തിരുമ്മിയെടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ കൈകൊണ്ട് തിരുമ്മി നല്ല രീതിയിൽ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. മുളക് കയ്യിലേക്ക് ഇപ്പം തന്നെ ഓൾറെഡി അതിൽ പിടിച്ചിട്ടുണ്ട്. അതാണ് സർലാസിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത്. തൈര് ഫ്രിഡ്ജുണ്ട്. അപ്പോൾ തൈര് കൂടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തൈരിട്ടുള്ള സർലാസാണ്. അപ്പോൾ തൈരിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് ഒഴിക്കുകയാണ്. കടയിൽ നിന്ന് മേടിച്ചാട്ടോ, നമ്മൾ വീട്ടിലുണ്ടാക്കിയതൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയുള്ളൂ. സർലാസിൻ്റെ പണി ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു മക്കളെ, കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ആ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്തുണ്ടാക്കിയ സർലാസ് നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോകണേ. അപ്പോൾ ഇത്താട് സർലാസ് ഞാൻ ടേസ്റ്റ് ചെയ്തു. വളരെ ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ മസാലയ്ക്ക് ഉള്ള സവാള നമ്മൾ വഴറ്റി എടുക്കുകയാണ് കേട്ടോ. അവിടെ അടുത്ത പ്രോസസ്സ് നമുക്ക് ഇതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം സവാള നമ്മൾ നന്നായിട്ട് ഒന്ന് വഴന്ന് വരുന്നുണ്ട്. വന്നിട്ടില്ല, ഇനിയും വഴണ്ടാനും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടോന്ന് ഇട്ടിങ്ങനെ ചോദിക്കണമെന്ന് നിങ്ങൾ കേട്ടുകളും. അപ്പോൾ ഉപ്പിടാൻ പോവുകയാണ്. കൈ മുക്കി നോക്കട്ടെ. ഞാൻ ഉപ്പിട്ടില്ല എന്ന് പറഞ്ഞു, എന്നിട്ട് മുക്കി നോക്കുക. എന്നെ നല്ല വിശ്വാസം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടൊന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും, അത് വേറെ കേസ്. അപ്പോൾ നമ്മൾ ഇളക്കൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഇളക്കിക്കൊണ്ടിരുന്നാലും പെട്ടെന്ന് ആവില്ലല്ലോ. അപ്പോൾ മൂടി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ മൂടി വെച്ചു. ഇനി നമുക്ക് മൂടി വെച്ച് ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ പോയി നോക്കാം. അപ്പോൾ ഏകദേശമായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ട്രിപ്പ് നമ്മൾ കോരുന്നുണ്ട് കേട്ടോ. കോരി മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കോരി വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതോടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ വറുത്ത് കഴിയും. മല്ലിയില അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പം മല്ലിയില അരിയാണ്. അപ്പോൾ കറണ്ടും പോയിട്ടോ. തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വലിപ്പത്തിന് അരിഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് ബിരിയാണിയിലേക്ക് ആകുമ്പോൾ അത് അതിലേക്ക് അലിഞ്ഞ് ചേരും. അപ്പോൾ സവാള ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് സവാള ചേർക്കണം. അപ്പോൾ ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് സവാളയും തക്കാളിയും നന്നായി വഴന്നു വരണം. ആ തക്കാളിയുടെ ആ പുളിരസം എല്ലാം നമുക്ക് ആ ബിരിയാണിയുടെ ആ മസാലയിലേക്ക് ചേർന്നാലാണ് ശരിക്കും ബിരിയാണിയുടെ ടേസ്റ്റ് വരുള്ളൂ എന്നാണ് ഇത്ത പറയാറ്. അത് സത്യമാണ് കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ട്.
ഏകദേശം നമ്മൾ എത്ര തക്കാളി എടുത്തുട്ടാ? 4 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 തക്കാളി അരിഞ്ഞാണിത്. അപ്പോൾ ആ 4 തക്കാളിയും കൂട്ടി അരിഞ്ഞ് ആ ഒരു മിക്സ് നന്നായി വഴന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് മൂടി വെച്ച് തന്നെ കുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനാണ് നമ്മൾ മൂടി വെച്ച് വഴിച്ചെടുക്കുന്നത്. അതുകൊണ്ട് മൂടി വെച്ചെടുക്കും. തക്കാളി ഏകദേശം വഴന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ഇളക്കിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ മറ്റേ ഇഞ്ചി വെളുത്തുള്ളി മറ്റേ നമ്മൾ അരച്ചെടുക്കുന്ന രീതിയിലാണെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുത്ത് അതുകൂടി ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മല്ലിയില കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഇടുന്നുണ്ട് കേട്ടോ. ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതുകൂടി ഇതുപോലെ ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഇളക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മസാലകൾ ഇടുവാണ്. അപ്പോൾ ആദ്യം ഇടുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അത് നമ്മൾ ഒരു ചെറിയ സ്പൂണിൽ 1.25 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അത് ഒരു സ്പൂണാണ്. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര ഇട്ട മസാല ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഈ പാത്രം അടി പിടിക്കില്ലാത്തതായിട്ട് നല്ല സുഖമാണ്. പിന്നെ ആദ്യം വീഡിയോ എടുത്തതിൻ്റെ ഇടയ്ക്ക് ബാങ്ക് കൊടുത്തുകൊണ്ടാണ് സ്റ്റക്കായി പോയത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇത് കുരുമുളക് പൊടിയാണ്. നമ്മൾ ഒരടപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ പാകത്തിന് എടുക്കുക. പിന്നെ ഇത് ഗരം മസാലയാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയിരുന്ന മസാലയാണ്. അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നിങ്ങളിങ്ങനെ കാണുന്ന മാതിരിയല്ല, നല്ല കളറൊക്കെ ആയിട്ടതിന്. ഇത് ജീരകപ്പൊടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഇച്ചിരി ചേർത്തും കൊടുക്കണം കേട്ടോ. നാരങ്ങ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ കുരുവൊക്കെ മാറ്റി കളഞ്ഞ് ഇതുകൂടി നമ്മൾ ആ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. ഇതുപോലെ നല്ല ടേസ്റ്റായിട്ട് ഉള്ളൊരു സംഭവമാണ്. ഇച്ചിരി കൂടെ കളറുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഫ്ലാഷടിക്കുന്നതുകൊണ്ട് കിട്ടുന്നില്ല. ഈ ഒരു കളറായിട്ടുണ്ട് കേട്ടോ. നാരങ്ങ പിഴിഞ്ഞിട്ട് നമ്മൾ ആ കുരു കളയാൻ വേണ്ടി അരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ പൂരി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒപ്പം തൈരും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ തൈരിൻ്റെ പുളിയും തക്കാളിയുടെ പുളിയും പിന്നെ കുരുമുളകിൻ്റെ ആ ഒരു ചുവയാണ് നമ്മുടെ ബിരിയാണിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ ഓക്കെ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ ഇടാൻ പോവാണ്. ചിക്കൻ ഇട്ട് അപ്പോൾ നമ്മൾ ഈ സമയത്ത് തീ ഒന്ന് കൂട്ടിയിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ആ ചിക്കനിലേക്ക് ഇതിൻ്റെ പുളി എല്ലാം പിടിക്കണം. അപ്പോഴാണ് നമുക്ക് ആ മസാലയ്ക്ക് ടേസ്റ്റി ആയി കിട്ടുക. ഇതുപോലെ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. നമ്മളിനി ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ ദമ്മിടുന്ന ആ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ ചിക്കൻ്റെ ഇത് കൂട്ടാൻ പോകട്ടോ. അപ്പോൾ നമുക്ക് ദമ്മിടാനുള്ള പാത്രം നമ്മളൊന്ന് വെള്ളം പറ്റിച്ചെടുക്കുന്നുണ്ട്. കഴുകിയതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കനാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചേർത്ത് കൊടുക്കട്ടെ. ബിസ്മിയിൽ ഇത്ത പാത്രത്തിൽ നിന്ന് കുട്ടിയെടുത്തിട്ടുണ്ട്. മസാല എടുത്ത് ദമ്മിടാനുള്ള പാത്രത്തിലേക്ക് ഇട്ടു. ഇനി ചോറെടുത്തുകൊണ്ടല്ല ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വാഴയില വെട്ടാൻ വന്നിട്ടുണ്ട്. വാഴയില വെട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇല വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കും. മുകളിൽ വച്ചതിന് ശേഷമാണ് നമ്മൾ ചോറ് ഇടുന്നത് കേട്ടോ.
ഇപ്പം നമ്മൾ ഇല ഇറക്കി വെക്കുന്നുണ്ട്. ഇല ഇറക്കി വെച്ച് അതിൻ്റെ മുകളിലേക്ക് ബിസ്മില്ലി അരിയല്ല ചോറ് ഇട്ടു. ഓൾറെഡി നമ്മൾ സവാളയൊക്കെ വറുത്ത് വെച്ചിരുന്നത് ഇതുപോലെ ഒരുമിച്ചൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. സവാളയാണ് പറ്റും മുന്തിരി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സവാള ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചോറോടെ ഇടാനുള്ളതാണ്. അപ്പോൾ ചോറുകൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ അതുകൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള മുന്തിരി എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നു. ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ലെയറോടെ ചോറ് നമുക്ക് ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ലെയർ ചോറും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ബാക്കി വന്ന ആ ഒരു ഗരം മസാലയും മുന്തിരിയും എല്ലാം ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഹോം മെയ്ഡ് നെയ്യ് നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചേക്കണം. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോം മെയ്ഡ് വേറെ ഇവിടെ നിന്ന് വാങ്ങിയതല്ല, അതാണ് വീട്ടിലുണ്ടാക്കി വെച്ചേക്കുമെന്ന് പറഞ്ഞ് നമ്മളുണ്ടാക്കി വെച്ചാണ്. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. മുകളിൽ ഇട്ട് കൊടുക്കാൻ നേരത്തെ ഓൾറെഡി ചൂട് കാരണം അത് അലിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി സെറ്റിങ്സ്. ഇനി ഇളക്കി എടുക്കാൻ നേരത്ത് കാണട്ടോ. അപ്പം നമ്മൾ ദമ്മിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് കനൽ കൂടി വാരി ഇറങ്ങണം. മാതിരി കനൽ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ കനൽ ഇതുകൊണ്ട് ഇങ്ങനെ കോരി ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നടുക്ക് മാത്രം ഇടുന്നില്ല, കാരണം ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും കട്ടിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇടാത്തത്. അപ്പോൾ ഓൾറെഡി എല്ലാം ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതുപോലെ കനൽ കയറുന്നോ? ഓക്കെ. ഇപ്പം നമ്മൾ കനൽ ഇട്ട് ദം ചെയ്ത് വച്ചു. കട്ടിയുള്ളൊരു ഇടിക്കല്ല് അതിൻ്റെ മുകളിൽ നിന്ന് വെച്ച് കൊടുത്തു. നമ്മുടെ ബിരിയാണി നമ്മൾ തുറക്കുകയാണ്. അപ്പോൾ സെറ്റായി ഏകദേശം ഇരിക്കുന്നുണ്ട്. നല്ല ദം ബിരിയാണി ആയിട്ട് വാഴയിലയുടെ ആ ഒരു ടേസ്റ്റ് കൂടി അതിൽ വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം റൈസ് എടുത്ത് മാറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ വേറെ അങ്ങനെ ഇട്ട് കൊടുക്കാത്തതിനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കേട്ടില്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ കുത്തിയാണ് എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ആ സവാളയും അണ്ടിപ്പരിപ്പും ഗരം മസാല എല്ലാം ആഡായി കിട്ടും. പിന്നെ നമ്മൾ ഈ പാത്രത്തിൽ ചെറിയ ഊറ്റി പാത്രം കഴുകി അതിലേക്ക് കോരി ബിസ്മില്ലി ഇടുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നടക്കണ്ട, മേലോടെ അങ്ങനെ ഇട്ടാൽ മതി. അതല്ലടി അടിയിൽ അളക്ക ഇതിൽ നടക്കാതെ ചോറേ അതിലിട്ട് അളക്കുമ്പോണ്ടല്ലോ മായൻ്റെ ഇല മണമുണ്ടോ? മണമുണ്ട്, ചൂടുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഉണ്ടാവും പഠിച്ചോനെ. നിമിഷം നേരം കൊണ്ട് ഫോൺ എന്തിനോളെ കുത്തിവെച്ചിട്ടാ? ഇല്ല, കുത്തി വെക്കണം. കുത്തി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. കുത്തി വെച്ചേനോ? ഞാൻ കുത്തി വെച്ചതാ. അടക്കെ നീ അടക്ക് ഞാനെന്നാ കുഞ്ഞാപ്പിക്ക് അറിയണ്ടല്ലോ. അവിടെ നിന്ന് കത്തിട്ടാക്കിട്ടേ. ഇപ്പം നമ്മൾ ഇങ്ങനെ പാത്രത്തിലേക്ക് കോരി ഇടുന്നുണ്ട്. കോരി ഇട്ടിട്ട് അതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. കുത്തി ഇളക്കിയാലും നമ്മൾ അതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ സ്ഥലത്തും നെയ്യ് എല്ലാം മിക്സായി. ഇപ്പോൾ നമ്മുടെ പാത്രം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വാഴയിലയോട് കൂടി ഇങ്ങോട്ട് എടുക്കുന്ന ഒരു പരുവുണ്ട്, അതിട്ട് ചെയ്യും. വാഴയിലയോട് പൊക്കി. അപ്പോൾ ഇത്ത വാഴയില ഇങ്ങനെ പൊക്കി എടുത്തോണ്ട് വരണ്ട കേട്ടോ.
നമുക്ക് ഇങ്ങനെ വാഴയില കുടഞ്ഞെടുക്കുക. ഇതിൽ കുറച്ച് ചാടിയിൽ നിത്ത പറഞ്ഞു, അതിങ്ങനെ നമുക്ക് എടുക്കാവുന്ന വയസ്സുള്ളൂ. ഇത് ഇത്ര ചാടിയിട്ടിട്ട് എടുക്കൂട്ടോ. അപ്പോൾ ഇത്ര അതെടുത്തുകൊണ്ട് വരുമ്പോഴത്തേനും നമുക്കിത് ഇളക്കി സെറ്റ് ചെയ്യാം. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ബിരിയാണി ഉണ്ടാക്കിയേക്കണേന്ന് അല്ലേ താ? എന്തുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ കാരണം? ഗസ്റ്റ് ഉണ്ട്. ഇപ്പം ഗസ്റ്റ് വന്നതിനെ തുടർന്ന് നമ്മുടെ അനിയത്തിയും അനിയനും മോക്കടെ കുട്ടിയും ഒക്കെ വന്നതിൻ്റെ തുടർന്നാണ് നമ്മൾ ഇങ്ങനെ തട്ടിക്കൂട്ടി വേഗം പ്രിപ്പയർ ചെയ്തെടുത്തത്. അങ്ങനെ തട്ടിക്കൂട്ടിയതാണെങ്കിലും നല്ല മണവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി റൈസായിട്ടുണ്ട്, നല്ല അടിപൊളി ചിക്കൻ കറി, നല്ല ആവി പറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് ചിക്കനാണെങ്കിലും നല്ല അടിപൊളി ഗ്രേവിയാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന കളറല്ല, നല്ല കളറാണ് അതിന്. പക്ഷേ എന്തോ ഞാനിങ്ങനെ എടുക്കാൻ നേരത്തെ ഫ്ലാഷ് ലൈറ്റ് ആയതുകൊണ്ടാണോ എങ്ങനെയാണെന്ന് അറിയില്ല, കളറ് കുറവ് കാണിക്കണേട്ടോ. ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്താൽ ഈ കളറായിരിക്കും, ഏകദേശം ഈ കളർ എന്നൊക്കെ പറയാം. ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ